പല്ലുകൾ പലപ്പോഴും നല്ലതായി സൂക്ഷിക്കണമെന്ന് എല്ലാവർക്കും ആഗ്രഹമുണ്ട്. പക്ഷേ പ്രായമാകുമ്പോഴത്തേക്കും പല്ലുകളുടെ ഇടയിലെല്ലാം വിടവ് വരുന്നു. ഇത് പലരും വിളിച്ചു പറയാറുണ്ട്, പല്ലിൻ്റെ ഇടയിലെല്ലാം വിടവായി ഡോക്ടറെ, നല്ല നിരയുള്ള പല്ലായിരുന്നു, പക്ഷേ പ്രായമായപ്പോഴത്തേക്ക് പ്രായമായതുകൊണ്ട് പല്ലിൻ്റെ ഇടയിൽ വിടവ് വരില്ല. രണ്ട് കാരണങ്ങൾ കൊണ്ടാണ് പല്ലിൻ്റെ ഇടയിൽ വിടവ് പ്രായമായതിനു ശേഷം വരുന്നത്. ഒന്ന്, പിൻഭാഗത്തെ പല്ലുകൾ പറിച്ചു കളയും. പിൻഭാഗത്തെ പല്ലുകൾ പറിച്ചു കളയുമ്പോൾ നമ്മളുടെ ശരിക്കും പറഞ്ഞാൽ ഒരാണി നമ്മൾ മേളിൽ നിന്ന് അടിക്കുന്ന പോലെയാണ് പിൻഭാഗത്തെ പല്ലുകൾ നമ്മൾ ചവയ്ക്കുന്നത്. എന്ന് പറഞ്ഞാൽ വെർട്ടിക്കലായിട്ടാണ് ചവയ്ക്കുന്നത്. ആ ചവയ്ക്കുന്ന ഫോഴ്സസ് ഫ്രണ്ടിലത്തെ പല്ലുകളിലേക്ക് മാറിക്കഴിയുമ്പോൾ, പുറകിലത്തെ പല്ലുകൾ നഷ്ടപ്പെട്ട് ഫ്രണ്ടിലത്തെ പല്ലിലേക്ക് ആയിക്കഴിയുമ്പോൾ ഫ്രണ്ടിലത്തെ പല്ലുകൾ പുറത്തേക്ക് തള്ളി വരാനുള്ള സാധ്യത കൂടുതലാണ്. അങ്ങനെയാണ് വിടവ് ഒന്നുണ്ടാകുന്നതിന് ഒരു കാരണം. രണ്ട്, പിൻഭാഗത്തെ പല്ലുകൾ പോയി കഴിയുമ്പോൾ ഈ ഫോഴ്സസ് വളരെ കൂടുതലായതുകൊണ്ട് മോണരോഗം മുന്നിലത്തെ പല്ലുകൾക്ക് ഉണ്ടാകാൻ സാധ്യത കൂടുതലാണ്. മോണരോഗം വരുമ്പോഴും കാൽക്കുലസ് പിടിച്ചിരിക്കുക ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യുമ്പോഴും പല്ലിൻ്റെ ഇടയിൽ വിടവ് കൂടാനുള്ള സാധ്യത കൂടുതലാണ്. അപ്പോൾ മോണരോഗവും പിൻഭാഗത്തെ പല്ലുകളുടെ നഷ്ടമാണ് സാധാരണഗതിയിൽ പല്ലുകൾ പ്രായമായതിനു ശേഷം വിടവുണ്ടായി വരാനുള്ളത് മനസ്സിലാക്കി കഴിഞ്ഞാൽ നമുക്കത് മാറ്റണം. കാരണം പുറകിലത്തെ പല്ലുകളൊക്കെ ഉറപ്പായിട്ട് വയ്ക്കണം. ഫ്രണ്ടിലത്തെ പല്ലുകളെ നമുക്ക് നിരയാക്കി ശരിയാക്കി എടുക്കാൻ സാധിക്കും. മോണരോഗത്തിന് കൃത്യമായ ചികിത്സ എടുക്കുക. അതോടൊപ്പം തന്നെ പിന്നിലെ പല്ലുകളൊക്കെ ഉറപ്പായിട്ട് വയ്ക്കുക. ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് നിങ്ങളുടെ പല്ലുകളെ ഭംഗിയായിരിക്കാനും സൗന്ദര്യമായിട്ടിരിക്കാനും സഹായിക്കും. ഇനി സൗന്ദര്യം മാത്രം മതിയോ? ഫ്രണ്ടിലത്തെ പല്ലുകളിലിട്ട് കടിക്കാൻ പറ്റുന്ന ഫ്രണ്ടിലത്തെ പല്ലുകളാണ്, പുറകിലത്തെ പല്ലുകളാണ് ചവയ്ക്കാൻ ഉപയോഗിക്കുന്നത്. ചവയ്ക്കാനും കടിക്കാനും പറ്റിയാൽ മാത്രമേ നല്ല ഭക്ഷണം ദഹിക്കുകയുള്ളൂ. നന്നായിട്ട് ദഹിച്ചാൽ മാത്രമേ ആരോഗ്യം ഉണ്ടാവുകയുള്ളൂ. കാരണം ദഹിച്ച ഭക്ഷണങ്ങൾ അല്ലെങ്കിൽ നിങ്ങൾ വൈറ്റമിൻസും കാര്യങ്ങളൊക്കെ വേറെ പുറത്തുനിന്ന് എടുക്കണം. ആ കാശുണ്ടെങ്കിൽ നമുക്ക് പുറകിലത്തെ പല്ലുകളൊക്കെ നന്നായിട്ട് വയ്ക്കാൻ സാധിക്കും. അതുകൊണ്ട് നല്ലൊരു പല്ലു ഡോക്ടറെ കാണുക. ഞാൻ പല്ലു ഡോക്ടർ ഫോളോ ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്.